ഹലോ, വെൽക്കം ബാക്ക് ടു ചക്രവാളം. യഥാർത്ഥത്തിൽ ഈ ഗോസ്റ്റ് ഉണ്ടോ? എന്നാൽ അങ്ങനെ അനുഭവസ്ഥരായ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചക്രവാളം ഇന്ന് ചെയ്യാൻ പോകുന്ന വളരെ വ്യത്യസ്തമായൊരു വീഡിയോ. അതായത് ഇപ്പോൾ സമയം രാത്രി 11:56. ഹലോ, അഞ്ച് പ്രവാസി സുഹൃത്തുക്കൾ ചേർന്ന് നാട്ടിലൊരു വീട് വാങ്ങിക്കുകയാണ്. ഈ വീടിന് 3 നിലയാണ്. റോഡിൽ നിന്നും ആദ്യം കയറുന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കും അതിനുശേഷം ബാക്കി 2 ഫ്ലോറുകളും താഴേക്കാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇവിടെ വലിയൊരു ടൂറിസം പദ്ധതി വരാൻ പോകുന്നു. അവർക്കതിൻ്റെ റിസോർട്ടിൻ്റെ പ്ലാനൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് അവർ ആ വീട് വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഈ പദ്ധതി ഇനിയും അവിടെ ഇംപ്ലിമെൻ്റ് ആവാനായിട്ട് സമയമെടുക്കും എന്നുള്ളത്. അങ്ങനെ അവർ ഈ വീട് അടച്ചു പൂട്ടിയിട്ടു. എന്നാൽ ലീവിനൊക്കെ വരുമ്പോൾ അവർ കൂടാനായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് ഈ വീടിനെ ഉപയോഗിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ആ നാട്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ ഉത്സവമാവുന്നത്. ഈ ഉത്സവം പ്രമാണിച്ച് ഈ 5 പ്രവാസികളും നാട്ടിലെത്തുന്നു. ഉത്സവം നടക്കുന്നതിന് 2 ദിവസം മുമ്പേ ഇവിടെ ഈ വീട്ടിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ കുക്കിങ്ങും മദ്യപാനമൊക്കെ ആയിട്ട് കൂടാനുള്ള ഒരു പാർട്ടിയുടെ അന്ന് ഏകദേശം 10 മണിയായപ്പോഴേക്കും ആഹാരമൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ഫിറ്റായി. എല്ലാവരും കൂടി 2ാമത്തെ ഫ്ലോറിലെ ഹാളിൽ പല ഭാഗത്തായിട്ട് ഉറങ്ങാൻ കിടന്നു. സമയം ഏകദേശം രാത്രി 1:30 മണിയാവാറായി. അപ്പോഴാണ് ഈ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വാഷ്റൂമിൽ പോകാനായിട്ട് തോന്നിയത്. ഈ വാഷ്റൂം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഇടത് സൈഡാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇയാൾക്ക് സ്വല്പം ധൈര്യക്കുറവാണ്. അതുകൊണ്ട് വാഷ്റൂമിൽ പോകാനായിട്ട് എഴുന്നേറ്റപ്പോൾ മറ്റൊരാളെയും കൂടെ കൂട്ടിന് വിളിച്ചു. ഉറങ്ങിക്കിടന്ന അയാളെ തട്ടി വിളിച്ചിട്ട് എന്നോട് വരുമോ, താഴെ വാഷ്റൂമിൽ പോകാനാന്ന് പറഞ്ഞു. മനസ്സോടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷേ അവർ ലൈറ്റ് ഇട്ടില്ല. മറ്റുള്ളവർ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് റൂമിൽ ലൈറ്റ് ഇടാതെ മൊബൈലിൻ്റെ വെട്ടവും പിടിച്ചാണ് പോകുന്നത്. സ്റ്റെയർ ഇറങ്ങി താഴോട്ട് ചെന്ന് ഇയാൾ വാഷ്റൂമിനകത്ത് കയറി കാര്യമൊക്കെ സാധിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ കൂട്ടിന് വിളിച്ച ആളിനെ അവിടെ അങ്ങ് കാണാനില്ല. ആശാൻ അല്പം ഒന്ന് പരിഭ്രമിച്ചു. താഴത്തെ നിലയിലാണെങ്കിൽ ബൾബൊന്നും പ്രോപ്പറായിട്ട് ഇട്ടിട്ടുമില്ല. അതുകൊണ്ട് അയാൾ പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഈ സ്റ്റെയർ കയറി മുകളിലേക്ക് വരാനായിട്ട് ഒരുങ്ങിയപ്പോൾ എടോ താൻ എവിടെയാണെന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഈ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയുള്ള വലത് സൈഡുള്ള മുറിയിൽ നിന്ന് എടാ ഞാനിവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു. നീ എന്തിനാ ഇതിനകത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ഈ ഡോറ് പതുക്കെ ഒന്ന് തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മനസ്സിലൊരു ഇടി വെട്ടിയതുപോലെ ഒരു അവസ്ഥയായിരുന്നു. ചുറ്റിനും നോക്കി ആരുമില്ല. അങ്ങനെ ഇയാൾ വേഗം മരണപ്പാച്ചിൽ തിരിച്ച് ഈ സ്റ്റെയർ മൊബൈലിലൊക്കെ പിടിച്ച് ഓടിക്കയറി നോക്കുമ്പോൾ ഈ ഹാളിൽ ബാക്കി 4 പേരും കിടക്കുന്നു. പെട്ടെന്ന് ഓടിച്ചെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ എല്ലാവരും നല്ല ഉറക്കം. അങ്ങനെ എല്ലാവരും തട്ടി വിളിച്ചു. എന്നിട്ട് കൂട്ടത്തിൽ ഈ കൂട്ടിന് വിളിച്ച ആളിനെയും വിളിച്ചു. തട്ടി വിളിച്ചപ്പോൾ ഇയാൾ ഉറക്കം പറഞ്ഞു, നീ എന്തിനാ കിടന്ന് ശല്യപ്പെടുത്തുന്നത്, എനിക്ക് നല്ല ഉറക്കവും. കണ്ടു കഴിഞ്ഞാൽ നല്ല ഫിറ്റായിട്ട് കിടക്കുന്നു, എഴുന്നേറ്റ് വന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല. അപ്പോൾ ഇയാളല്ലേ എൻ്റെ കൂടെ വന്നതെന്ന് ചോദിച്ചു. ഉറക്കപ്പിച്ചിൽ അയാൾ കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇയാളെ കൂടെ വന്നതൊന്നുമില്ല, എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇയാൾ ഉള്ള കാര്യം പറഞ്ഞു. ഈ താഴെ നിന്ന് നീയല്ലേ അപ്പുറത്തെ റൂമിൽ നിന്ന് സംസാരിച്ചത്, പിന്നെ എന്തോ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. ബാക്കിയുള്ളവർ ഒരുവിധം എഴുന്നേറ്റ് കണ്ണൊക്കെ തിരികെ നോക്കുമ്പോൾ ഇയാൾ നല്ല പരിഭ്രമിച്ച് വിയർത്ത് കുളിച്ച് നിൽക്കുക. എന്താ കാര്യമെന്ന് അപ്പോഴും പലരും എടുത്ത് ചോദിക്കുന്നു. പേടിച്ച് പരിഭ്രമിച്ചെന്ന് ഇയാളെ കിടക്കാൻ പറഞ്ഞു. നാളെ രാവിലെ നോക്കാമെന്ന് പറഞ്ഞ അയാൾ കിടന്നി. പക്ഷേ ഈ രാത്രിയൊന്നും ഉറങ്ങിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിറ്റേന്ന് രാവിലെ തന്നെ അവർ തിരിച്ച് വീടുകളിലേക്ക് പോയി. പക്ഷെ അതിനുശേഷവും പിന്നെ നാട്ടിൽ വരുന്ന സമയത്തും ഒക്കെ ഇവരവിടെ കൂടാമെന്ന് പറഞ്ഞപ്പോഴും ഈ കക്ഷി പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഈ കക്ഷിക്ക് അവിടെ ഷെയർ ഉണ്ടെങ്കിലും ആ വീടുകളിൽ രാത്രി ഒറ്റയ്ക്ക് പോകാനോ അവിടെ തങ്ങാനോ ഒന്നും ഇയാൾ താല്പര്യം കാണിച്ചില്ല. അങ്ങനെ ഈ കേസ് ഈ കൂട്ടത്തിലുള്ള ഒരാളുടെ റിലേറ്റീവ് വഴിയാണ് ഞാൻ അറിയുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന കണക്ക് അന്ന് രാത്രി ഇയാളെ വിളിച്ചത് ആരാണ്? ഈശ്വര. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ 2 മുറികൾ അദ്ദേഹം തുറക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതിനകത്തുള്ളതുകൊണ്ട് ഇതിൻ്റെ ഓണർ അത് തുറക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ ആദ്യത്തെ മുറി നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഡോറാണ്. ഇത് ഫുള്ളി ക്ലോസ്ഡാണ്, ഇത് തുറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അടുത്തത് തൊട്ട് താഴത്താണ്.
നമുക്കിവിടെ നിന്ന് താഴോട്ടാണ് ഇറങ്ങി പോകാനുള്ളത്. തുറക്കരുതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മുറി ഇതാണ്. ഇവിടെയാണ് എൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 മുറികൾ. നമുക്കിവിടെ തൊട്ട് ഇനി ക്യാൻഡിൽ ലൈറ്റിലായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യമാണെങ്കിൽ മാത്രം എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷ് ഞാൻ ഉപയോഗിക്കും. സമയം ഇപ്പോൾ 12:20 നമുക്കിനി ഇവിടുത്തെ ഏറ്റവും ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറയുന്ന ആ ഒരു റൂമുകളിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാനിന്ന് ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ പോകുന്ന റൂമുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ അത് നമുക്ക് വളരെ വിസിബിൾ ആയിരിക്കും. തൽക്കാലം എൻ്റെ വലിയ ട്രൈപോഡ് ഞാൻ എടുക്കുന്നില്ല. ഇവിടുത്തെ മോസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് താഴോട്ടാണ്. എൻ്റെ ഈ റൈറ്റ് സൈഡ് ഒരു റൂമുണ്ട്. ഇവിടെയാണ് മോസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് പറയുന്ന ആ ഒരു മുറി. ഇതുണ്ടോ, ഇവിടെ ക്യാൻഡിൽ ഇവിടെ കൊളുത്താം നമുക്ക്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. SLS ക്യാമറ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫൈൻഡിങ് ഇവിടെ വരികയാണെങ്കിൽ അത് ക്യാമറയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഒരു ഷേപ്പ് കണക്ക് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പുറത്തുനിന്നുള്ള വെട്ടമാണ് കേട്ടോ ആ ജനലടിക്കുന്നത്. ഇവിടെ കാണിക്കുന്നു. ഓ മൈ ഗോഡ്, ഓ ഷിറ്റ്. ഇവിടെ കണ്ടോ, ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഒരു ക്യാം വഴി ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട കണ്ട ഹലോ ഹലോ ഓ ഷിറ്റ്, ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. ഓ ഇവിടെയാണ് സത്യം. നോക്കിയേ, ഇവിടെയാണ് ഇത് കറക്റ്റായിട്ട്. ഇവിടെ ഒറ്റ സ്ഥലത്ത് തന്നെയാണ് കാണിക്കുന്നത്. നേരത്തെ ഇത് താഴെയായിരുന്നു, അതിനുശേഷം ഇപ്പോൾ ഇത് മുകളിലോട്ടാണ് കാണിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ എൻ്റെ അടുത്തോട്ടാണോ ലാസ്റ്റ് കാണിക്കുന്നത്? ഓ മൈ ഗോഡ്. ഞാൻ ആ മുറിയിൽ ആ മെഴുകുതിരി അവിടെ തന്നെ വെച്ചേക്കുവാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ജനൽ കണ്ടോ, അവിടെ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു പോർഷൻ. ഇങ്ങനെയാണ് ആ ഒരു മൂവ്മെൻറ്റ് ഞാൻ കണ്ടത്. അതായത് ആദ്യം കാണിച്ചത് ഈ ഭാഗത്തും പിന്നെ ഇങ്ങോട്ട് ഈ മുകളിൽ ഭാഗത്തും ഈ കോർണറിലാണ്. ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന വേറൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ ബാക്കി റൂമുകൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ എൻ്റെ ക്യാമും ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഈ ക്യാമിൽ അത് ഷൂട്ടാവും. നമുക്ക് ഈ ഡോറ് പതുക്കെ ക്ലോസ് ചെയ്യാം. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അടയ്ക്കാനൊന്നും വയ്യ കേട്ടോ. ഇത്ര ഇടയുള്ളതൊക്കെ. ഇവിടെ വേറൊരു ബെഡ്റൂമാണ് കേട്ടോ, ഈ ഭാഗത്തായിട്ട്. എൻ്റെ പൊന്നോ, ഇതെന്തോ മിററാണ്. അത് ഒരു ബാത്റൂമാണ്. ഈ ഒരു മിറർ ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ നിൽക്കുമ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് പിറകിൽ കാണിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ മിറർ ഇത് വളരെ
പഴയ ഒരു മിററാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ അഴുക്കുണ്ട് ഇതിനകത്ത്. ഞാനിപ്പോൾ എന്തായാലും ആ അഴുക്ക് അങ്ങനെയൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പോകുന്നില്ല. നല്ലപോലെ ഡിസ്ട്രാക്റ്റ് ആവുന്നുണ്ട് കേട്ടോ അവിടെ. ഹലോ, ഒരു ഹമ്മിങ് കണക്കൊരു വോയിസ് വരുന്നുണ്ട്. മോളിൽ നിന്നാണെന്നോ? ഒരു ഹമ്മിങ് കണക്കൊരു വോയിസ്. എവിടെയുണ്ട്? ഇപ്പം അത് ക്യാൻസലായി. ഇപ്പം അതൊന്നു. ഹലോ ഹലോ, ഹലോ, ഇപ്പം കേൾക്കണം. ഹലോ, oh shit. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സെക്കൻഡറി ക്യാമ്പിൽ ക്യാപ്ചർ ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് എന്തായാലും മുകളിലോട്ട് പോകാം. അവിടെ നല്ലൊരു ഹമ്മിങ് കണക്ക്, ഒരു ഇങ്ങനൊരു ഹമ്മിങ് കണക്ക് ക്യാമറ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രീതിയിൽ ഹമ്മിങ് കണക്ക് മോൾ ഭാഗത്തുനിന്നൊരു വോയിസ് വരുന്നുണ്ടായിരുന്നു. പുള്ളി ഇടിഞ്ഞ് പൊളിഞ്ഞ് കാണുമ്പോൾ തന്നെ എൻ്റെ അമ്മ. ഒരു ഹമ്മിങ് സൗണ്ട് കേട്ടെന്ന് പറഞ്ഞില്ലേ, ഈ മോൾ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് അത് കേട്ടത് ഞാൻ. മേ ബി ഇതിനകത്തുനിന്നായിരിക്കും. പക്ഷേ ഹലോ, ഇവിടെ കുറ്റിയിട്ടേക്കാണ് പേടിപ്പിക്കാനായിട്ട്. അന്ന് അർദ്ധരാത്രി ആ വീട്ടിൽ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ SLS ക്യാമറയിൽ കാണിച്ചിരുന്ന ആ ഒരു ഇമേജിൻ്റെ അവർ പറയുന്ന കണക്കുള്ള ഒരു രൂപവും അതിനുശേഷമുള്ള ഒരു ഹമ്മിങ് സൗണ്ടുമാണ്. പക്ഷേ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ആ സെക്കൻഡറി ക്യാമിലെ ഫൂട്ടേജ് പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്ത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. നമുക്കത് നോക്കാം. ആ റൂമിൽ
ആ ജനലിൻ്റെ ഭാഗത്ത് നിന്നും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതായിട്ടാണ്. അതേ ടൈമിലാണ് ഞാൻ അവിടെ മിറർ സെഷനും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ മുകൾ ഭാഗത്ത് നിന്നും ഒരു ഹമ്മിങ് സൗണ്ടും കേൾക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് പറ്റുന്നുണ്ട്. കാരണം കയറി വന്നപ്പോഴും അതിനകത്ത് എന്തോ ഒരു എനർജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് പുറത്തു പോയപ്പോൾ എന്നെ ഫോളോ ചെയ്ത് അത് പുറത്തേക്ക് പോയി. അതിനുശേഷം വെളിയിൽ നിന്ന് മിറർ സെഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മേ ബി ഈ പുറത്തേക്ക് പോയ അതിൻ്റെ ഒരു എനർജിയുടെ സാന്നിധ്യമായിരിക്കാം ആ ഒരു ഹമ്മിങ് സൗണ്ട്. ഒരു പക്ഷേ അന്ന് പാർട്ടി നടക്കുന്ന സമയത്ത് അയാൾക്കുണ്ടായ അനുഭവം ഈ എനർജിയുടെ സാന്നിധ്യം കൊണ്ടായിരിക്കുമോ? ഇതാണ് എൻ്റെ ചിന്താഗതിയിലുള്ളൊരു അനുമാനം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എനർജിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇതെല്ലാം എൻ്റെ ഒരു തോന്നലുകൾ മാത്രമാണോ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ എത്താം. അതുവരേക്കും എല്ലാവർക്കും